ഈ GST പരിഷ്കരണം നിലവിൽ വന്ന ഈ ദിവസം ഇപ്പോൾ സമയം 5:30 മണിയിലേക്ക് എത്തുന്നു. ഒരു ദിവസം ഏറെക്കുറെ തീരാറായി. അപ്പോൾ അത് വിപണിയിൽ എങ്ങനെ പ്രതിഫലിച്ചു എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. തിരുവനന്തപുരത്ത് ദേവൻ MP-യും കോഴിക്കോട് നിന്ന് അനിൽ സയ്യിദും കൊച്ചിയിൽ നിന്ന് അനിൽ ജോർജും പാലക്കാട് നിന്ന് അജിത് ബാബുവും വിശദ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. ആദ്യം ഞാൻ പോകുന്നത് ഇപ്പോൾ ഈ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾക്കൊപ്പം തന്നെ ജീവൻ രക്ഷാ മരുന്നുകൾക്ക് കൂടി വില കുറഞ്ഞ ഒരു ദിവസമാണ് ഇന്ന്. ദേവൻ MP ഉണ്ട് വിവരങ്ങളുമായി. ദേവൻ, ഞാൻ ഈ പറഞ്ഞതുപോലെ ക്യാൻസർ, ഹീമോഫീലിയ, മാരക ശ്വാസകോശ രോഗങ്ങൾ എന്നിവയടക്കമുള്ള 36 മരുന്നുകൾക്ക് മേൽ ചുമത്തിയിരുന്ന GST ആണ് പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നത്. അപ്പോൾ ആ വിലക്കുറവ് പ്രതിഫലിച്ചു തുടങ്ങിയിട്ടുണ്ടോ? ചില്ലറ വിപണിയിൽ എങ്ങനെയാണ് ഈ പ്രതിഫലനം? സേതു, ഈ GST നിരക്കിൽ വന്നിരിക്കുന്ന പരിഷ്കരണത്തിൽ അത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഗുണകരമാവുന്ന ഒന്നാണ് ഈ മരുന്നുകൾക്കുണ്ടായിരിക്കുന്ന വിലക്കുറവ്. പ്രത്യേകിച്ചും ഈ മുൻപുണ്ടായിരുന്ന 18-12 സ്ലാബുകളൊക്കെ മാറിയതോടുകൂടി ഇപ്പോൾ 5% വന്നതോടുകൂടി വലിയ രീതിയിലുള്ള വില വ്യത്യാസം ഈ മരുന്നുകളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ വ്യാപാരികളെല്ലാം ഇപ്പോൾ നമ്മളോട് സംസാരിച്ചപ്പോഴും പറഞ്ഞത്. പ്രത്യേകിച്ചും സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ജീവൻ രക്ഷാ മരുന്നുകൾക്കൊപ്പം തന്നെ ക്യാൻസർ, ഹീമോഫീലിയ തുടങ്ങിയ രോഗങ്ങൾക്കുള്ള, പ്രത്യേകിച്ചും ക്യാൻസർ രോഗങ്ങൾക്കുള്ള മരുന്നുകളുടെ എല്ലാം GST നിരക്ക് തന്നെ പൂർണ്ണമായി എടുത്തു കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം തന്നെ നികുതി ഒഴിവാക്കിക്കൊണ്ടാണ് അപ്പോൾ ആ മരുന്നുകളെല്ലാം തന്നെ ജനങ്ങളിലേക്ക് എത്തുന്നത്. ഇന്നിപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് മുൻപിലാണ്. ഇവിടെ ഇപ്പോൾ നിരവധി ഈ മെഡിക്കൽ സ്റ്റോറുകളുണ്ട്. ദിവസവും നിരവധി ആളുകൾ ഇത്തരത്തിൽ ഈ മരുന്ന് വാങ്ങാനായി ഷോപ്പുകളിലേക്ക് എത്തുകയും അവിടുന്ന് ആ മരുന്നുകളൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പം ഇവിടെ നമ്മൾ വന്ന സമയത്തെല്ലാം തന്നെ നിരവധി ആളുകളെടുത്തെല്ലാം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാം തന്നെ പറയുന്നത് ഈ സ്ഥിരം വാങ്ങിക്കുന്ന ചില മരുന്നുകളിൽ അവർക്ക് മുൻപ് വാങ്ങിച്ചുകൊണ്ടിരുന്ന വിലയിൽ നിന്നും വലിയ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം നമുക്കത് പരിശോധിക്കാൻ കഴിയും. ചേട്ടാ, ഇതിപ്പം ഇതിന്റെ MRP 100 രൂപയാണ്. ഹലോ, ഇതിന്റെ MRP എന്ന് പറഞ്ഞാൽ 100 രൂപയാണ്. നേരത്തെ നമ്മൾ MRP കൂടുമ്പോൾ 100 രൂപയ്ക്ക് തന്നെ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം 5% 12. ഇതിപ്പം 100 രൂപ വിലയുള്ള മരുന്ന് ബില്ലടിക്കുമ്പോൾ എത്രയായിരിക്കും വില വരുന്നത്? 93 രൂപ 75 പൈസ. 6.25% അതിൽ പറയും. ഇതിനുള്ള മരുന്നാണ് ഇത് അലർജിയുടെ ടാബ്ലറ്റാണ്. അതെ അതെ. ശരി, ഇത്തരത്തിലാണ് ഇതിപ്പം കാണാൻ കഴിയും. ഇപ്പം ഇതിന്റെ MRP വരുന്നത് 100 രൂപയാണ്. പക്ഷേ ഇപ്പോൾ ഈ പുതിയ GST നിരക്ക് വന്നതോടുകൂടി തന്നെ ഇപ്പോൾ ഈ മരുന്നിന് ഏകദേശം 7 രൂപയുടെയോളം കുറവ് വരുന്നുണ്ട്. അപ്പോൾ 93 രൂപ നിരക്കിലായിരിക്കും അത് വാങ്ങാൻ കഴിയുക. ഓക്കെ സേതു, പക്ഷേ ഈ പാക്കറ്റുകളിലൊന്നും തന്നെ നിരക്ക് വ്യത്യാസം വന്നു തുടങ്ങിയിട്ടില്ല. കാരണം ഇതെല്ലാം തന്നെ മുൻപ് ഇവരെടുത്തു വെച്ചിരുന്ന സ്റ്റോക്കുകളാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള MRP നിരക്കുകൾ തന്നെയാണ് ഇതിനുള്ളത്. ഇതിപ്പം ഇത് എന്തിനുള്ള മരുന്നാണ്? ലിവർ ഫംഗ്ഷനുള്ള മെഡിസിൻ. ഇപ്പോൾ 923 ഇതിനകത്ത് MRP വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ എത്രമാത്രം കുറവ് വരുന്നുണ്ട്? അതിലിപ്പം GST ഇല്ലാതുകൊണ്ട് 5% പറയുന്നത്. 4.72% കസ്റ്റമർ വരുന്നുണ്ട്. 5%. ഒപ്പം തന്നെ സേതു, ഇതെല്ലാം തന്നെ മരുന്നുകളിലെല്ലാം തന്നെ MRP-യിൽ ഈ പാക്കറ്റുകളിൽ വ്യത്യാസം വന്ന് തുടങ്ങിയിട്ടില്ലെങ്കിൽ കൂടിയും ഇവിടെ നിന്നും ബില്ല് ചെയ്ത് പോകുന്ന മരുന്നുകൾക്കെല്ലാം തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വിലക്കുറവ് വരുന്നുണ്ട്. 5% മാറിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾക്കുള്ള മരുന്നുകൾക്കെല്ലാം തന്നെ പൂർണ്ണമായും GST എടുത്തു കളഞ്ഞതോടുകൂടി തന്നെ അത്തരം മരുന്നുകൾക്ക് പൂർണ്ണമായും GST എടുത്തു കളഞ്ഞതോടുകൂടി തന്നെ അത്തരം മരുന്നുകൾക്ക് നികുതി ഒഴിവാക്കിക്കൊണ്ട് അതും വലിയ രീതിയിൽ ഈ ആൾക്കാർക്ക് ഒരു ആശ്വാസമാകുന്നുണ്ട്. പ്രത്യേകിച്ചും നമുക്കറിയാം അതെല്ലാം തന്നെ വലിയ വിലപിടിപ്പുള്ള മരുന്നുകളാണ്. കൂടാതെ ഈ മെഡിക്കൽ ഉപകരണങ്ങൾക്ക്, പ്രത്യേകിച്ചും സർജിക്കൽ ഉപകരണങ്ങൾക്കെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു വിലക്കുറവ് വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ മെഡിക്കൽ കോളേജിന്റെ പരിസരത്തൊക്കെ ഇത്തരത്തിൽ വലിയ അപകടങ്ങളൊക്കെ പറ്റി വരുന്ന ആൾക്കാർക്ക് ഈ സർജിക്കൽ ഉപകരണങ്ങൾ വാങ്ങേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവർക്കെല്ലാം തന്നെ വലിയ രീതിയിൽ ഗുണകരമാവുന്ന രീതിയിലുള്ള ഒരു വിലക്കുറവ് തന്നെയാണ് ഈ മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആൾക്കാർക്ക് ആ രീതിയിലുള്ള ഒരു പ്രകടമായ ഒരു മാറ്റം അവരിലേക്ക് എത്താൻ ഒരുപക്ഷേ കുറച്ചുകൂടി സമയമെടുക്കും. കാരണം പല ആളുകളും ഈ ഒരു വിലക്കുറവ് അത്ര കണ്ട് അവർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടില്ല. കാരണം ഈ മരുന്നുകൾക്കൊക്കെ അതിഭീകരമായ വിലയാണ്. പ്രത്യേകിച്ച് ഈ ക്യാൻസർ, ഹീമോഫീലിയ, അതേപോലെ ശ്വാസകോശ രോഗങ്ങളൊക്കെ ഉള്ളത്, അതിൻ്റെയൊക്കെ മരുന്നുകൾ വാങ്ങാൻ വലിയ വിലയാണ്. അപ്പോൾ ഈ വിലക്കുറവ്, GST-യിൽ വന്ന മാറ്റം, അത് ഈ പാക്കറ്റുകളിലെ വിലകളിൽ പ്രതിഫലിച്ച് തുടങ്ങിയില്ലെങ്കിലും ഉപഭോക്താക്കൾക്ക് അതിൻ്റെ ഗുണം കിട്ടി തുടങ്ങി എന്ന് പറയുന്നത് ആശ്വാസകരമായ കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ